നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പം ബ്രസീൽ ഫാനായാലും ബ്രസീലിന്റെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രത്തിനാണ് ഒരു ടീമിനെയാണ് നമ്മൾ പിന്നാലെ നമ്മളിങ്ങനെ ഫാൻ ആയിട്ട് പോകുന്നതെങ്കിലും ബ്രസീൽ പുറത്താവുക എന്ന് പറയുന്നത് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചിലർക്ക് അല്ലെങ്കിലും അങ്ങനെയല്ലേ? കാരണം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ബ്രസീൽ കളിയിൽ വേണം എന്ന് വിചാരിക്കും, പക്ഷെ അത് നോർവേയുടെ ചെലവിലാവാനും പാടില്ല. അല്ല, ഞാൻ ഇന്നലത്തെ കളിയെ പറ്റി ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ഈ ലോകകപ്പിൽ നമ്മൾ പല ടീമിന്റെ അടുത്തുനിന്നും വളരെ നല്ല പ്രദർശനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഫ്രാൻസ് സ്വീഡനെതിരെ, മറ്റേ എക്വഡോർ ജർമ്മനിക്കെതിരെ ഒക്കെ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫോമൻസസ് ആയിരുന്നു. ഇത് പക്ഷെ ഈ ലോകകപ്പിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടീം പെർഫോമൻസ് നോർവേയുടെ ഭാഗത്ത്. അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുവിധം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു. അവസാന നിമിഷത്തിന് ഒരു ആവശ്യമില്ലാത്ത ഒരു പെനൽറ്റി, അതുകൊണ്ട് ഒരു വ്യത്യാസം വന്നതുമില്ല. ശരിക്കും ആ 90 മിനിറ്റും അവർക്ക് ചെയ്യേണ്ടത് എന്താണ് അത് അവർ എക്സാക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഇതില് നമ്മൾ എപ്പോഴും പറയും ഹാലൻഡ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, പക്ഷെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണെന്ന് ദിലീപ് ഇപ്പം പറഞ്ഞ പോലെ. അതായത് എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്തിട്ടുള്ള അവരുടെ ഈ തുഴയിലൊക്കെ പോലെ തന്നെ. അത് മാത്രല്ല, കോച്ചിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ആദ്യത്തെ പകുതിയിൽ ആന്റോണി ന്യൂസ് 2-3 തവണ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷൻസിന് ബോൾ വഴങ്ങി ബ്രസീലിന് ബോൾ കൊടുത്ത് അവർക്ക് ചാൻസസ് കിട്ടി. ഹാഫ് ടൈം ആയപ്പോ തന്നെ മാറ്റി, ന്യൂസെ മാറ്റി ഷെൽഡ്രൂപ്പ് വന്നിട്ടാണ് 2 ഗോളും സെറ്റപ്പ് അസിസ്റ്റ് ചെയ്യേണ്ടത്. മറ്റേ ഭാഗത്ത് അലക്സാണ്ടർ സോളോത്ത് അത് ഇന്നലെ അത്ര ഇമ്പാക്ട് ഉണ്ടായിരുന്നു, അത് കാരണം ഓസ്കർ ബോബിനെ കൊണ്ടുവന്നു. ഇവര് രണ്ടുപേരും വളരെ ഫിസിക്കൽ ആയിട്ടുള്ള കളിക്കാരും കൂടി, അപ്പൊ കുറച്ചും കൂടി ഒരു ഫിസിക്കൽ പ്രസൻസും കൂടി കിട്ടി നോർവേക്ക് കളി. പിന്നെ കളി മുഴുവൻ കൺട്രോൾ ചെയ്തത് അവരാണ്. ഇപ്പൊ 66% ബോൾ പൊസിഷൻ ബ്രസീലിനെതിരെ ഒരു ടീമിന് കിട്ടാൻ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ XG നമ്മുടെ ആ ഫാക്ടർ ഒക്കെ നോക്കുമ്പോൾ 2 പോയിന്റ് സംതിങ് ബ്രസീലിനും മറ്റൊരു കുറച്ചായിരുന്നു. അത് ഏതൊരു കളി നോക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ ഓരോ മൊമെന്റ്സ് ഉണ്ട് കളി മാറുന്ന. ഇപ്പൊ ഒന്ന് പെനൽറ്റി, അത് ക്ലിയർ ആയിട്ട് പെനൽറ്റി തന്നെയായിരുന്നു. ആരെടുക്കുന്നുള്ളത് അവരുടെ ഈ ടീമിലത്തെ പെനൽറ്റി ടേക്കർ റഫീനയാണ്. റഫീനെ പരിക്കായിട്ട് പുറത്ത്. അപ്പൊ പിന്നെ ആരെടുക്കും? വിനീഷ്യസ് പലപ്പോഴും പെനൽറ്റി മിസ് ചെയ്തിട്ടുണ്ട്. റിയൽ മെഡ്രിഡിനും അതെ, ബ്രസീലിന് 2 കൊല്ലം മുമ്പ് വെനിസ്വേലയ്ക്കെതിരെ ഒരു പെനൽറ്റി മിസ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഒരു 5-6 പെനൽറ്റി മിസ് ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത് തന്നെ. മത്തായസ് കുഞ്ഞ ഈ ഇടയ്ക്ക് യുണൈറ്റഡിന് കഴിഞ്ഞ സീസൺ ഒരു പെനൽറ്റി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൂണോ ഗിമാർഷ് ആണ് ഇതുവരെ ആകെ 3 പെനൽറ്റി ആയിട്ട് എടുത്തിട്ടുള്ളൂ. ന്യൂ കാസലിനും ലിയോണിനും കളിക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര ലെവലിൽ ഒന്നും എടുത്തിട്ടുമില്ല. പക്ഷെ ഇവരൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും തമ്മിൽ ഭേദം എന്ന് പറഞ്ഞിട്ട് ഇവന് കൊടുത്തു. പക്ഷെ അത് വളരെ നല്ല സേവ്. മോർഗൻ നീലൻഡിന്റെ ഇന്നലത്തെ പ്രദർശനം അത് പറയാതെ പറ്റില്ല. ഇപ്പൊ പല അങ്ങനത്തെ പ്രദർശനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇത് പക്ഷെ ഒരു പ്രത്യേക ലെവലിലായിരുന്നു. അത് സേവിങ് മാത്രമല്ല, ബ്രേവറി. ചില സിറ്റുവേഷനിൽ ചവിട്ടൊക്കെ കിട്ടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ബോളിന്റെ അടുത്തേക്ക് ഡൈവ് ചെയ്തത് ഭയങ്കര ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. നീലൻഡിനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്നലത്തെ കളി നോർവേ ജയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഗോൾ കീപ്പറതാണ്. ആ പെനൽറ്റി സേവ് കൂടാതെ രണ്ടാം പകുതിയിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറെ ഡിഫ്ലക്ഷൻ തട്ടിയിട്ട് പോസ്റ്റ് പോയി. ഞാൻ വിചാരിച്ച അത് ആദ്യം നേരെ പോസ്റ്റ് തട്ടി നല്ല ഡൈവ് ചെയ്ത് ബാക്കിലേക്ക് ഡൈവ് ചെയ്ത് ഒരു വിരല് തട്ടി പോസ്റ്റിലേക്ക് തട്ടുന്നതാണ്. അപ്പൊ അത് ഞാൻ ഈ ലോകകപ്പിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സേവ് അതാണ്. പിന്നെ മറ്റേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ആ വിനീഷ്യസിന്റെ ഒരു, നമ്മൾ ഈ കോമ്പറ്റീഷനിൽ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പാസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് എൻട്രിക്ക് പക്ഷെ 52 സെക്കൻഡ് ആയിട്ടുണ്ടായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയിട്ട്. അപ്പൊ അത് കാരണം എന്താ ഒരു വാംഡ് അപ്പ് ആവാഞ്ഞിട്ടാണോ എന്താന്ന് അറിയില്ല, ആ ഫസ്റ്റ് ടച്ച് പോയി അത് സേവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ സേവ് ചെയ്യല്ല, അത് കുറച്ച് വൈഡായിട്ട് അടിച്ചു. അപ്പൊ അങ്ങനത്തെ ഓരോ മൊമെന്റ്സിൽ കളി മാറും ചെയ്യും.
ഇതില് നമ്മള് ഇന്നലത്തെ കളി കാണുമ്പം ഞാനീ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവും ആൾക്കാർക്ക്. കാരണം വെച്ചാൽ ബ്രസീലിനെ ആരാധിക്കുന്ന ആൾക്കാരാണ് വളരെ കൂടുതലുള്ളത്. പക്ഷെ നോർവേ വളരെ ഭീകരമായിട്ടുള്ള ഒരു ബ്യൂട്ടി, പൊസഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രൂട്ടാലിറ്റി ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ 3 സാധനങ്ങളും ഒരേപോലെ ഫിക്സ് ചെയ്തൊരു സിനിമ പോലെ. ഹാലൻഡിന്റെ കളി കാണുമ്പോ എനിക്ക് ഞാൻ ഇന്ന് രാവിലെ ഞാൻ വായിച്ചൊരു കാര്യം, ഈ 5 കളി ഇപ്പൊ അവര് കളിച്ചിട്ടുള്ളത്. 5 അതെ. അതിലൊന്നില് കളിച്ചില്ല, 4 കളി വെക്കുക. 4 കളിയിൽ ഇപ്പൊ 7 ഗോളായി. ഈ കളിയൊക്കെ കൂടി ആകെ 99 തവണ ബോള് തൊട്ടിട്ടുള്ളൂ 4 കളിയിൽ. അപ്പൊ പലപ്പോഴും നമ്മൾ കളി കാണുമ്പോ ഇങ്ങനത്തെ ഒരു ആള് കളിക്കണ്ടല്ലേ എന്ന് തോന്നും. എന്നുവെച്ചാൽ വേറെ കളിയിൽ വലിയൊരു പങ്കില്ല. പക്ഷെ ബോള് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ആ രണ്ടാമത്തെ ഫിനിഷ് ശരിക്കും അത് സാധാരണ ഇപ്പൊ ആലിസന്റെ ലെവൽ ഇപ്പൊ 2020 ലെവലൊന്നും അല്ലെങ്കിലും ഇപ്പോഴും ലോകത്തെ ഗോൾ കീപ്പേഴ്സ് എല്ലാവരും വെച്ച് നോക്കുമ്പോ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ ആലിസന്റെ മികച്ച കീപ്പേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. അത്രയും നല്ലൊരു ഷോർട്ട് സ്റ്റോപ്പറാണ് ഇപ്പോഴും. പക്ഷെ ആലിസന് ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. അത് നേരെ കോർണറിലേക്കാ പോണത്. അത് ഡിഫൻഡേഴ്സ് ക്ലോസ് ഡൗൺ ചെയ്തില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ ഇത് പണ്ട് ഞാൻ ചെറുപ്പത്തില് മൈക്ക് ടൈസന്റെ ഫൈറ്റ്സ് കണ്ടിട്ടുണ്ട് കുറെ. എനിക്ക് ബോക്സിങ് വലിയ താല്പര്യമുള്ളത്. അപ്പൊ കാൾ ദ ട്രൂത്ത് വില്യംസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഫൈറ്റ് ചെയ്യാൻ വന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞു വന്നതാ. 99 സെക്കൻഡിൽ ഒരു 1-2 കഴിഞ്ഞു. ആ ട്രൂത്ത് എന്താന്ന് വില്യംസിന് ശരിക്കും മനസ്സിലായി. അതുപോലെയായിരുന്നു ഇന്നലെ. അത്രയും ഒരു 1-2 ഇതിൽ കഴിഞ്ഞു ശരിക്കും. ഇതില് ശരിക്കും നമ്മളിപ്പം ഇനിയിപ്പോ സംസാരിക്കേണ്ടത് ബ്രസീൽ എന്നുള്ള വലിയ ടീമിന്റെ നമ്മൾ എന്തായാലും റെസ്പെക്ട് ചെയ്യുന്ന വലിയ നാഷനാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്കെല്ലാം എല്ലാവർക്കും ഏത് ടീമിന്റെ കൂടെയാണെങ്കിലും ഏത് നാഷന്റെ കൂടെയാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ബ്രസീലിനെ ആദരിച്ചേ പറ്റൂ. ബ്രസീലിന് സംഭവിച്ചിരിക്കുന്നത്, ബ്രസീലിന്റെ ഏർലി എക്സിറ്റ് എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. എന്താണ് ബ്രസീലിന്റെ റിയൽ പ്രോബ്ലം? ആദ്യം തൊട്ട് തുടങ്ങിയപ്പോ സ്ക്വാഡ് സെലക്ഷൻ. ഈ കാർലോ ആൻസലോട്ടി കോച്ച് ആക്കുമ്പോ ഒരു കൊല്ലേ ബാക്കിയുള്ളൂ ലോകകപ്പ് തുടങ്ങാൻ. അപ്പൊ തന്നെ നമുക്ക് അറിയാമായിരുന്നു ഇതൊരു ലോങ് ടേം സൊല്യൂഷൻ അല്ല, ഇതൊരു നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ ഒരു ബാൻഡേഡ് ആണ്. അതെ, ഒരു ബാൻഡേഡ് ആണ്. പക്ഷെ ബാൻഡേഡിന് പറ്റിയ ഒരു കോച്ചുമാണ്. എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഫിലോസഫിയും ഒരു ബാഗേജുമായിട്ട് വരുന്ന ഒരാളല്ല. പക്ഷെ അത് കാരണം തന്നെ പ്രതീക്ഷകളും കുറവായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു രാജ്യത്ത് തീർച്ചയായിട്ടും കുറച്ച് ബ്രസീലിയൻ പ്ലേയേഴ്സിനെ ആൻസലോട്ടിക്ക് അറിയാം, യൂറോപ്പിൽ കളിക്കണവർ. അവരുടെയൊക്കെ കളി പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. മെഡ്രിഡിൽ വിനീഷ്യസിനെ എൻട്രിക്കിനെ ഒക്കെ കോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെ ഇത്രയും വലിയൊരു രാജ്യത്തിൽ കളിക്കാരാരാന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഒരു കൊല്ലം എടുക്കും ശരിക്കും. പിന്നെ ഫ്രണ്ട്ലി മാച്ചസിനൊന്നും നമുക്ക് ശരിക്കും കളിക്കാരുടെ മികവ് എന്താന്ന് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്റെ എക്സ്പെക്ടേഷൻ എപ്പോഴും മാക്സിമം സെമി എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നലത്തെ ലൈനപ്പ് വന്നപ്പോ ഞാൻ നുണ അറിയില്ല, ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു ലൈനപ്പ് ആയിരിക്കും. ഞാൻ അപ്പൊ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ മെസ്സേജ് ചെയ്തു, ഇതൊന്നുമില്ലെങ്കിൽ ഒരു നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ഒരു ജീനിയസ് മൂവാണ്, അല്ലെങ്കിൽ ഇത് വലിയൊരു അബദ്ധമാവും. എന്നുവെച്ചാൽ ഒരു 4-4-2 കളിക്കാൻ നോർവേക്ക് എതിരെ എന്ന് പറഞ്ഞാൽ നോർവേക്ക് നല്ല 3 മിഡ്ഫീൽഡേഴ്സ് ഉള്ള. അപ്പൊ അവര് മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുന്ന ഏകദേശം ഉറപ്പ്. എന്താ വെച്ചാൽ ഇത് ഇവിടെ മാർട്ടിനെല്ലിയും റയാൻ രണ്ടുപേരും വൈഡ് പ്ലേയേഴ്സ്. ആകെ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു കാസ്മീറും ഒരു ബ്രൂണോ ഗിമാഷും മാത്രമേ നിങ്ങൾക്ക് സെന്റർ ഓഫ് മിഡ്ഫീൽഡിലുള്ളൂ. അതിന്റെ പ്രശ്നം കണ്ടിട്ടാണ് 3 ആക്കിയത് ആൻസലോട്ടി തന്നെ. പാനമയായിട്ടുള്ള വാർമപ്പ് കളിക്ക് ശേഷം മൊറോക്കോനെതിരെ ആ പ്രശ്നങ്ങൾ കണ്ടു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരിക്കലും ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയും ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും 5 തവണ ചാമ്പ്യൻസ് ലീഗ് ജയിച്ച ആൻസലോട്ടിന്റെ ഒന്നും വിവരം ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ എത്ര മികച്ച കോച്ചായാലും ചിലപ്പോൾ അവർക്ക് പാളിപ്പോവാറുണ്ട്. ഇപ്പൊ അലക്സ് ഫെർഗുസൺ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് മുമ്പ് കളിക്കാരെ പോയി കെഞ്ചി പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ഓപ്പൺ ആയി കളിച്ച ബാഴ്സലോണ നമ്മളെ കഴുത്തറുത്ത് കൈ തരും, അങ്ങനെ ഓപ്പൺ ആയി പോവരുത്. പക്ഷെ ഫെർഗുസന്റെ മനസ്സിൽ 2008 സെമിയിൽ നമ്മൾ അവരെ ഔട്ട് പ്ലേ ചെയ്ത ടീമാണ്, എനിക്ക് പേടിയില്ല, നമ്മൾ നമ്മുടെ രീതിയിൽ കളിക്കുന്നു പറഞ്ഞ് പോയി കളിച്ച് തോറ്റു.
കുറച്ച് കൊല്ലം കഴിഞ്ഞ് 2021 പെപ് ഗാർഡിയോള റോഡ്രിയെ ബെഞ്ച് ചെയ്തു, എഗ്വേറോനെ ബെഞ്ച് ചെയ്തു. ഇവരൊന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് ജയിക്കേണ്ട ഒരു കളി ചെൽസിയോട് പോയി തോൽക്കും. അപ്പൊ അങ്ങനെ ഏറ്റവും ഞാൻ പറയുന്നത് കളിയുടെ ചരിത്രത്തിലത്തെ ഏറ്റവും മികച്ച മാനേജേഴ്സ് അതിലൊന്നാണ് കാർലോ ആൻസലോട്ടി. പക്ഷെ ഈ ഞാൻ ഈ സാൽമൺ മീനിനെ പറ്റി വായിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാന്ന് അറിയില്ല, ഞാനത് ഗവേഷണമൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇത് മരിക്കാൻ സമയമാകുമ്പോ ജനിച്ച അതേ സ്ഥലത്ത് തിരിച്ച് നീന്തി പോകുന്നു. അത് പ്രൂഫ് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ജസ്റ്റ് വായിച്ചിട്ടുള്ളത് കാര്യമാണ്. അതുപോലെ ഇത് ആദ്യത്തെ കാലത്ത് കോച്ച് ചെയ്യാൻ തുടങ്ങുമ്പോ താൻ കളിച്ചത് 4-4-2 എന്ന് പറഞ്ഞാൽ അത് വളരെ റിജിഡായി കളിച്ചിരുന്ന ഒരു കാലം. എന്നുവെച്ചാൽ താൻ കളിച്ചത് അരിഗോ സാച്ചിന്റെ AC മിലാൻ, അത് ഏറ്റവും എല്ലാ കാലത്തും ഏറ്റവും മികച്ച ക്ലബ് ടീം എന്റെ അഭിപ്രായത്തിൽ. അവര് കളിച്ചിരുന്നത് 4-4-2. പക്ഷെ അതിൽ ആ 4-4-2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആരും, ഒരാള് കാർലോ ആൻസലോട്ടി, മറ്റേ ആള് ഫ്രാങ്ക് റൈക്കാർഡ്. ഫ്രാങ്ക് റൈക്കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയർ ബീയിങ് ആയിരുന്നു, ഒരു സുപ്പീരിയർ അത്ലീറ്റ് ആണ്. ശരിക്കും രണ്ട് മനുഷ്യന്മാരാണ്. തൊട്ട് മുമ്പിൽ റൂഡ് ഹുള്ളിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ ശരിക്കും 4 ആളായി. അത്രയും രണ്ട് സൂപ്പർ അത്ലീറ്റ്സ് ആയിരുന്നു. അപ്പൊ അവർക്ക് അത് കളിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ആൻസലോട്ടി കോച്ച് ആയപ്പോഴും ആദ്യം അങ്ങനെ കളിച്ചു. സ്റ്റോയ്ച്ച്കോവിനെയും മറ്റേ ജിയാൻ ഫ്രാങ്കോ സോളേനെ ഒന്നും ടീമിൽ ഒരുമിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു. റോബർട്ടോ ബാജിയോനെ വേണ്ടാന്ന് പറഞ്ഞു പാമേലുള്ളപ്പോ. എനിക്ക് ഈ പ്ലേ മേക്കേഴ്സ് വെച്ച് കളിക്കാൻ പറ്റില്ല 4-4-2. അത് മാറ്റിയത് ജുവന്റസ് പോയിട്ട് സിഡാൻ വന്നപ്പോഴാണ്. സിഡാൻ എന്ന കളിക്കാരനെ എന്തായാലും ബെഞ്ചിൽ ഇരുത്താൻ പറ്റില്ല. അപ്പൊ അതൊരു 4-3-1-2 ആക്കി മാറ്റി. പിന്നെ അത് പല വേർഷൻസും 4-1-2-1-2 ഒക്കെ ആയി. മറ്റേ പിർലോനെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആക്കി. പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ആയി ഷെവ്ചെങ്കോ പോയപ്പോ 4-3-2-1. അങ്ങനെ പല വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരിക്കലും ഞാൻ ഈ വഴി മാത്രമേ കളിക്കുള്ളൂ. പക്ഷെ ഇന്നലെ എന്തോ പണ്ടത്തെ ഓർമ്മ എന്താന്ന് അറിയില്ല, നമ്മളൊരു പ്രതിസന്ധി പെടുമ്പോ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇതിലേക്ക് പോണതാണോ എന്താന്ന് അറിയില്ല. പക്ഷെ ആ 4-4-2 വളരെ ദുരന്തമായി ശരിക്കും. ഞാനിപ്പം ദിലീപിനെ പോലത്തെ ഒരു അനാലിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ റൈറ്റർക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു ഉത്തരം ഞാൻ ചോദിക്കുന്നത്. കാരണം വെച്ചാൽ അതിപ്പം സാധാരണഗതിയിൽ നമ്മൾ ഫുട്ബോളിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടാവില്ല. അതായത് ഈ നമ്മളിപ്പം ബ്രസീലിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നോർവേയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇത് വെച്ച് നോക്കും നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ ഓഫ് ഫുട്ബോൾ ഉണ്ടല്ലോ. കാരണം വെച്ചാൽ നമുക്കിപ്പം ഇന്ത്യയിലില്ല, അതൊക്കെ ഓക്കെ, എന്നാൽ പോലും ഗ്ലോബലൈസേഷന്റെ ഒരു ഇൻഫ്ലുവൻസ്, അതായത് പിന്നെ നമ്മൾ നേരത്തെ കളിച്ച് കണ്ട കളിയിലെ എല്ലാതരം കാര്യങ്ങളും നോർവേക്ക് ഉണ്ട്, ബ്രസീലിനില്ല. അപ്പൊ ഇതിനകത്തുള്ള ക്വാളിറ്റീസ് മുഴുവൻ വേറെ ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ ഗ്ലോബലൈസേഷന്റെ ഒരു ഗുണപരമായ ഒരു സംഗതിയായിട്ട്? ഒരു കാര്യം പറയാൻ പറ്റുക, യൂറോപ്പിലത്തെ കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് വേറെ എല്ലാ റീജൻസിന്റെ എത്രയോ മേധയാണ്. അതിപ്പോ നോർവേയിലായാലും ഓസ്ട്രേലിയയിലായാലും സ്വിറ്റ്സർലൻഡിൽ, എവിടെ ഈ സോ കോൾഡ് ചെറിയ രാജ്യങ്ങളിൽ വരെ കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് ഒരു ലെവല് മേധയാണ്. ബ്രസീലിലുള്ള ഒരു വലിയൊരു പ്രോബ്ലം ഇപ്പൊ ഇന്നലെ നമ്മൾ എന്താ കണ്ട്, ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞു മിഡ്ഫീൽഡേഴ്സിന്റെ നാടാണ്. ചരിത്രത്തിലത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡേഴ്സ് ഡിഡി, മറ്റേ സഗാലോ, റിവലിനോ, ടോസ്റ്റ, ഗസൻ, ഇവരൊക്കെ വന്നിട്ടുള്ളത് ബ്രസീലിൽ നിന്ന്. പിന്നീട് സോക്രട്ടീസ്, സീക്കോ, എല്ലാവരും, കക്ക ഈ 21ാം നൂറ്റാണ്ടിൽ, ഇവരൊക്കെ ബ്രസീലിയൻസ് ആണ്. പക്ഷെ ഈ ടീമിൽ നോക്കുമ്പോൾ ഒരു മിഡ്ഫീൽഡേഴ്സ് ഇല്ലാത്തൊരു ടീം. അത് ആൻസലോട്ടിക്ക് തെറ്റ് പറ്റിയെന്ന് നമുക്ക് ആ വെസ്ലി, റൈറ്റ് ബാക്ക് ആയ വെസ്ലിക്ക് പരിക്ക് പറ്റുമ്പോൾ റീപ്ലേസ്മെന്റ് ആയി വിളിക്കേണ്ട ഒരു മിഡ്ഫീൽഡറിനാണ് എഡസനെ. പക്ഷെ ഇന്നലെ കളിപ്പിച്ചതുമില്ല ആദ്യം തൊട്ടേ. അപ്പൊ എന്താ നിങ്ങൾ പറയുന്നത്, ഞാൻ സെലക്ട് ചെയ്ത സ്ക്വാഡ് തെറ്റായിരുന്നു, മിഡ്ഫീൽഡേഴ്സ് വേണ്ടത്ര ഇല്ല. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്, ഇപ്പൊ ബ്രസീലിയൻ യൂത്ത് ടീംസ് നോക്കിക്കഴിഞ്ഞാലും വളരെ ദയനീയമാണ് അവിടുത്തെ സ്ഥിതി. ഇപ്പൊ കഴിഞ്ഞ Under-20 ലോകകപ്പ് 2025 അവരുടെ ഗ്രൂപ്പിൽ ബോട്ടം ആയിരുന്നു. മെക്സിക്കോ, സ്പെയിൻ, മൊറോക്കോ, 3 ടീമിനോട് മെക്സിക്കോനോട് സമനില കിട്ടി, മറ്റൊരു 2 പേരോടും തോറ്റു. 3 ഗോൾ മാത്രമേ അടിച്ചുള്ളൂ, 3 ഗോൾ. അതും കളിയുടെ നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും, അത്രയും മോശമായിരുന്നു. ഒരു ബ്രസീലിയൻ ടീമാന്ന് തന്നെ പറയില്ല. വളരെ എന്താ വെച്ചാൽ ഈ കോച്ചുമാരുടെ ഫോക്കസ് മുഴുവൻ ജയിക്കാൻ മാത്രം.
യൂത്ത് ലെവലിൽ ഒരിക്കലും നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടല്ല കളിക്കുന്നത്. കളി അതെ അതെ അറിഞ്ഞ് പഠിക്കാനും പഠിക്കാൻ അതെ വേണ്ടിയിട്ടാണ് കളിക്കേണ്ടത്. എങ്ങനെ നന്നായി കളിക്കാൻ പറ്റും. ഇത് ഈ റിസൾട്ടിന് വേണ്ടി എന്ത് വൃത്തിയായിട്ട് ടാക്ടിക്സും യൂസ് ചെയ്യാന്നുള്ള ഒരു കൾച്ചർ വന്നിട്ടുണ്ട് ബ്രസീലിയൻ ഫുട്ബോളിൽ തന്നെ. അത് മാറാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്ന അറിയില്ല. ഇതിൽ ഇനിയിപ്പം വരാൻ പോകുന്ന കളിയിൽ നോർവേക്ക് ഒരു ഈ ടൂർണമെന്റിൽ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുക. കാരണം അത്രയും സെറ്റാണ്, അത്രയും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കളിക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ ബ്രസീലിൻ്റെ ഒരു ഭാഗത്ത് ബ്രസീലിന് ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു നാഷണൽ ടീം എന്നുള്ള രീതിയിൽ, അല്ലാതെ അതിൻ്റെ അകത്ത് കളിക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഈ രണ്ട് ടീമുകളുടെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും നിയറസ്റ്റ്? ബ്രസീലിന് ഇനിയിപ്പോ എന്റെ അഭിപ്രായത്തിൽ ആൻസലോട്ടി ഒഴിവാക്കാൻ പാടില്ല. അവരെന്താ വെച്ചാൽ ഇതൊരിക്കലും ഒരു 2026 വേണ്ടിയുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നില്ല. 2030 ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരാളാണ് ശരിക്കും. അപ്പൊ ആ ഒരു സമയം കൊടുക്കണം ആ ബ്രസീലിയൻ സിസ്റ്റം മനസ്സിലാക്കാൻ, വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താൻ. എന്താ വെച്ചാൽ അത് മാറ്റാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഏതായാലും ഒരു വലിയൊരു ഇത് ഒഴിവായി കിട്ടി. ഇപ്പൊ നെയ്മാർ വിരമിച്ചു. അപ്പൊ ഇനിയിപ്പൊ ആ ഒരു ഇഷ്യൂ വരാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഈ ടീമിലത്തെ പല കളിക്കാരും അങ്ങനെ മാറും. അപ്പൊ ഒരു പുതിയൊരു തലമുറ കൊണ്ടുവരാനുള്ളൊരു ഇനിയിപ്പൊ 4 കൊല്ലം സമയമുണ്ട്. അപ്പൊ ബ്രസീലിന്റെ കാര്യത്തിൽ അവര് മുന്നോട്ട് നോക്കണം. അത് ആൻസലോട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? 4 കൊല്ലത്തിലൊക്കെ ചെയ്യാൻ പറ്റും. 4 കൊല്ലത്തില് തീർച്ചയായിട്ടും ആ സിസ്റ്റം എന്താണ്, ഒരു കോർ ഗ്രൂപ്പ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കോർ ഗ്രൂപ്പ് കളിക്കാരെ കണ്ടെത്താൻ ഉള്ള സമയമൊക്കെയാണ്. ഈ നെയ്മാറിന്റെ നമ്മളിപ്പം റൊണാൾഡോനെ പറ്റിയോ മെസ്സിയെ പറ്റിയോ എംബാപ്പയെ പറ്റിയോ ഒക്കെ പറയുന്ന പോലെ തന്നെ ദിലീപ് ഒപ്പം പറയാറുണ്ട്, പഴയ നെയ്മാർ എന്ന് പറഞ്ഞാൽ ഇവരെക്കാട്ടൊക്കെ ശരിക്കും പ്രതിഭയുള്ള ജീനിയസ് ഉള്ള ഒരു കളിക്കാരനാണ്. പക്ഷെ ഒരു ട്രാജഡി ആയിട്ട് തോന്നുന്നുണ്ടോ ആ ഗ്രാഫ് ഇങ്ങനെ? വിചാരിച്ചത്ര ഒരു ലെവല് നെയ്മാർ എത്തി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ മെസ്സിയെ പറ്റിയൊന്നും ആർക്കും അത് പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച പോലെ ഇപ്പൊ ക്രിസ്ത്യാനോനെ പറ്റി ആർക്കും പറയാൻ പറ്റില്ല. അവരൊക്കെ അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്തി. എംബാപ്പെ ഇപ്പൊ ഒരു ഇന്റർനാഷണൽ ലെവലിൽ എന്തായാലും എത്തി എന്ന് തന്നെ പറയാം. 20 ഗോൾ കഴിയും ഈ ലോകകപ്പ് കഴിയും. നെയ്മറിന്റെ കാര്യത്തില് കളിയുടെ മികവ് ആരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ മെന്റൽ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത, ഒരിക്കലും ഒരു പക്വത കാണിക്കാത്ത ഒരു കളിക്കാരനായിരുന്നു. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ നാട് വിട്ടു പോയതുകൊണ്ടാണോ എന്താ, ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല അത് പറയാൻ. പക്ഷെ ഇന്നലെ നമ്മൾ കണ്ടു ആ പക്വത. ശരിക്കും ആ ഗോളിയോ അത് വളരെ ചീപ്പായിട്ടില്ല. തോറ്റ് ഒരു കളി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനു മുമ്പ് ശരിക്കും റെഡ് കാർഡ് കിട്ടേണ്ടത്. അനാവശ്യമായിട്ട് പോയി ചവിട്ടിയിട്ട് ദയ തോന്നിയിട്ടാണ് റെഫറി യെല്ലോ മാത്രം കൊടുത്തത്. അത് വൃത്തിയായിട്ട് ഫൗളായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പക്വത ഇല്ലാത്ത ഒരു പെരുമാറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നെയ്മാറിന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും താൻ 2014 ലോകകപ്പ് ജയിക്കേണ്ടതായിരുന്നു. എനിക്ക് ഉറപ്പാണ് ആ സെമിയിൽ നെയ്മാർ ഉണ്ടെങ്കിൽ ജർമ്മനി തോൽക്കുന്ന ഞാൻ പറയില്ല. പക്ഷെ അത് 7-1 ആവില്ലായിരുന്നു. അതെ, എന്താ വെച്ചാൽ അത് പീക്ക് നെയ്മാർ ആയിരുന്നു ആ കാലത്ത്. കളി കാണുന്ന എല്ലാവർക്കും തോന്നിയിട്ടുള്ള മെക്സിക്കോ ഇംഗ്ലണ്ട് കളി എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഏറ്റവും ഒരു ഇരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ എഴുന്നേറ്റ് പോകുന്ന രീതിയിലുള്ള കളിയായിരുന്നു അവസാനം വരെ. നല്ല കളിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നല്. ദിലീപ് എങ്ങനെയാ തോന്നുന്നു? ഞാൻ സുഹൃത്തിന് മെസ്സേജ് ചെയ്തത് ഒരു മറ്റേ ഡേവിഡ് ലിഞ്ച് അല്ലെങ്കിൽ കോൻ ബ്രദേഴ്സ് ഒക്കെ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു സിനിമ എവിടെ നോക്കണ്ടെന്ന് അറിയാത്ത ഒരു സാഹചര്യം. അത് ഭയങ്കര ഒരു കളിയായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിന്റെ പേസ് ആണ് അവസാനം ഇത് തീരുമാനിച്ചത്. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള കളിക്കാർ, അത്രയും പവർഫുൾ ആയിട്ടുള്ള കളിക്കാരുള്ളപ്പോ ഒരു ടീമിന് പിടിച്ച്, മെക്സിക്കോന് അത്ര ഒരു ഫിസിക്കാലിറ്റിയും ഇല്ല ബാക്കി ഒരു സൗത്ത് അമേരിക്കൻ ടീംസ് ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പൊ അതായിരുന്നു ശരിക്കും ആ ജൂഡ് ബെല്ലിംഗമിന്റെ 2 ഗോൾസും ആ എത്തണ സ്പീഡ് മാത്രമല്ല ആ പവറും, അത്രയും സൈസുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഓടി എത്തുമ്പോ ഒരു ഡിഫൻഡർക്കും തടയാൻ പറ്റില്ല. അതേപോലെ മൂന്നാമത്തെ ഒരാള് കുറവായിട്ട് പോലും 3-1 ആക്കണം. അത് എന്തുകൊണ്ട് ആന്റണി ഗോർഡന്റെ സ്പീഡ് കാരണം. എന്നിട്ടാണ് പെനൽറ്റി കിട്ടി 3-1 ആവുന്നത്. അപ്പൊ അതായിരുന്നു ശരിക്കും വ്യത്യാസം. നമ്മൾ ഈ ഇതിനകത്തുള്ള ടീമുകളെയൊക്കെ ഇതാക്കുന്ന സമയത്ത് ഇപ്പം ദിലീപ് എപ്പം പറയുന്നുണ്ട് ഫ്രാൻസിനെ പറ്റി, സ്പെയിനിനെ പറ്റി, തോൽക്കോ ജയിക്കുക എന്നുള്ളതല്ല, പക്ഷെ എന്നാൽ പോലും അവരുടെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്, അതുപോലുള്ള ക്വാളിറ്റിയുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇന്നത്തെ കളി. ഒരു അറ്റാക്കിംഗ്
വശത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അതെ, ഡിഫെൻസീവായിട്ട് വലിയ പ്രശ്നങ്ങളുള്ള ഒരു ടീമാണ്. അതിപ്പോ ഇന്നലെ മെക്സിക്കോയും കാണിച്ചു. അതിപ്പോ നോർവേക്ക് അത് വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ റീപ്ലേ അവർ കാണും. എന്താ വെച്ചാൽ റൈറ്റ് ബാക്ക് ഒരാളിപ്പോ അടുത്ത കളിക്ക് സസ്പെൻഡഡ് ആണ്, ജാരൽ കോൺസ. ജഡ് സ്പെൻസിന്റെ കളിയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഒരിക്കലും ഒരു സ്പെഷ്യലിസ്റ്റ് റൈറ്റ് ബാക്ക് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ആ പൊസിഷൻ അതിപ്പോ ഷെൽഡ്രുപ്പ് ആയാലും ന്യൂസ ആയാലും ഹാളൻഡ് ആയാലും എല്ലാവരും ആ സൈഡിൽ കൂടി തന്നെ പോവാൻ പോണ ക്വാർട്ടർ ഫൈനലിൽ. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നം തന്നെയായിരിക്കും. എങ്ങനെ അത് തോമസ് ടൂക്കിൽ അത് സോൾവ് ചെയ്യും? ഇനിയിപ്പോ റൈസിനെ മിഡ്ഫീൽഡിൽ നിന്ന് മാറ്റി റൈറ്റ് ബാക്ക് ആക്കി കളിപ്പിക്കുക, എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു വലിയൊരു പ്രശ്നമാണ്. ഈ ജൂഡ് ബെല്ലിംഗ്ഹാം ഈ കളിയിലെ ഈ നമ്മളിപ്പം പിന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കാൻ പോവുക അല്ലെങ്കിൽ ഗോൾഡൻ ബൂട്ടോ അതൊന്നല്ലാതെ ഈ ഇനി വരാൻ പോകുന്ന കളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായിട്ട് നമുക്ക് കണ്ടുകൂടെ? ഇംഗ്ലണ്ടിന് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ, പ്രത്യേകിച്ച് ഈ നോർവേ മിഡ്ഫീൽഡിനെതിരെ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് 3 പേരും, ഇപ്പൊ ഓഡഗാർഡ് ആണ് അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ. പക്ഷെ മറ്റേ സാൻഡർബർഗ് ആയാലും പാട്രിക് ബർഗ് ആയാലും അവർ നല്ല ഫിസിക്കൽ പ്ലെയേഴ്സ് ആണ്, റണ്ണേഴ്സ് ആണ്. ഇവരെ പിടിച്ചു വെക്കണമെങ്കിൽ മറ്റേ റൈസും ആൻഡേഴ്സണും മാത്രം പോരാ, ബെല്ലിംഗ്ഹാം ഇടയ്ക്ക് ഡീപ്പായി വരേണ്ടി വരും. അപ്പൊ ആ വളരെ പ്രധാനപ്പെട്ട ഒരു റോളായിരിക്കും ആ കളിയിൽ. ഏതെങ്കിലും ഒരു സമയത്ത് ഈ കളി കാണുന്ന സമയത്ത് പല ഫുട്ബോൾ പ്രേമികളും പറയുന്നുണ്ടായിരുന്നു എപ്പോഴെങ്കിലും മെക്സിക്കോ തിരിച്ചു വരുമോ അല്ലെങ്കിൽ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുമോ എന്നുള്ള തോന്നൽ ദിലീപിന് ഉണ്ടായിട്ടുണ്ടോ? 2-0 ആയപ്പോ എനിക്ക് ആ ഒരു പ്രതീക്ഷ പോയി, മെക്സിക്കോ ജയിക്കുന്നുള്ള പ്രതീക്ഷ. എന്താ വെച്ചാൽ അത് 2-0 തിരിച്ചു വരാൻ നോക്കുമ്പോ എത്രയായാലും നിങ്ങൾ ആ ഗോൾ തേടി പോകുമ്പോ ഗ്യാപ്സ് വിടും. അങ്ങനെയാണ് ഗോർഡൻ മുന്നോട്ട് പോയിട്ട് 3-1 ആക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആദ്യത്തെ 30 മിനിറ്റില് ചെയ്യാൻ പറ്റുന്ന ഡാമേജ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് കളിക്കാരൊന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ശരിക്കും ഹാഫ് ടൈമിന് ഒരു 10 മിനിറ്റ് മുമ്പ് തൊട്ട് ഹാഫ് ടൈമിന്റെ ഒരു 10 മിനിറ്റ് കഴിയണവർ ഇംഗ്ലണ്ട് തന്നെ നന്നായി കളിച്ചത്. അപ്പൊ അത് അവരത് എന്താ ഓൾട്ടിറ്റ്യൂഡിന് അഡ്ജസ്റ്റഡ് ആയി എന്നുള്ള പോലെയായിരുന്നു. അപ്പൊ ആ ആദ്യത്തെ ഒരു 15-20 മിനിറ്റിൽ മെക്സിക്കോ അവർ വേണ്ടത്ര ഡാമേജ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലെയും സംസാരിച്ചു. കാരണം വെച്ചാൽ ഇപ്പോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോഡ്സ് ഉണ്ടല്ലോ. അതായത് നമ്മൾ പണ്ട് ഇവിടെ തോൽപ്പിക്കപ്പെട്ടോ, പണ്ട് നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടോ, മറഡോണയുടെ ദൈവത്തിന്റെ ഗോളൊക്കെ അതൊന്നും ബാധിക്കാത്ത രീതിയിൽ. കാരണം വെച്ചാൽ നമ്മളെപ്പം പ്രതീക്ഷിക്കുന്ന വെച്ചാൽ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ മെക്സിക്കോ ഒക്കെ അപ്പർ ഹാൻഡിലുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഒന്നുമില്ലാത്ത രീതിയിൽ ഇംഗ്ലണ്ട് ഭയങ്കരമായ ഡോമിനൻസ് കാണിച്ച ഒരു കളിയും കൂടിയല്ലേ? ഡോമിനൻസ് കാണിച്ചു എന്ന് പറഞ്ഞാല് പൊസിഷൻ അവസാനം മുഴുവൻ മെക്സിക്കോ. പക്ഷെ ഡേഞ്ചറസ് ആയിട്ടുള്ള ടീം പലപ്പോഴും പ്രത്യേകിച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ട് ആയിട്ടാ തോന്നിയത്. അത് അവരുടെ ആ കളിക്കാരുടെ സ്പീഡ് കാരണം മെയിനായിട്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു തലമുറ കളിക്കാർ അങ്ങനത്തെ ചരിത്രം മറ്റേ ഇപ്പൊ ആരോട് തോറ്റു ഇതൊന്നും നോക്കാൻ പോകുന്നില്ല. അവരിപ്പോ 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 50 കൊല്ലം മുമ്പ് എന്ത് നടന്നു എന്ന് അവർക്കൊരു ഇല്ല, അവർ അറിയണുണ്ടാവില്ല. ഇതിനകത്ത് നമ്മൾ പിന്നെ ഒരിക്കലും നമുക്ക് കഴിഞ്ഞ ദിവസം ഫ്രാൻസുമായിട്ട് കളിച്ച കളി പോലെ പരഗ്വേ കളിച്ച പോലെയുള്ള ഒരു കളിയല്ല ഇത്. ഇതിനകത്ത് നാച്ചുറൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. വൃത്തിയായിട്ട കളിയൊന്നും ഒന്നുമല്ല, നല്ല കളിയാണ്. അപ്പൊ അതിനകത്ത് പിന്നെ റെഡ് കാർഡിനെ പറ്റി ട്രംപിനെ പോലെ ഒരാൾ വിളിച്ച് പറയാനൊന്നുമില്ലല്ലോ പിന്നെ ഇംഗ്ലണ്ടിന് വേണ്ടി. അത് പക്ഷെ വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ഒരു റെഡ് കാർഡാണ്. അത് എനിക്ക് തോന്നുന്നു ആ കുറച്ചൊരു ആവേശത്തില് ഒന്നാമത് ടീമിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള കളിക്കാരനാണ്, ചെറുപ്പാണ്. എനിക്ക് പ്രത്യേകിച്ച് വലിയ സ്നേഹമുള്ള കളിക്കാരനെന്ന് വെച്ചാൽ ഞാൻ വളർന്ന അതേ ടൗണിൽ നിന്നുള്ള ആളാണ് ജാരൽ കോൺസ. അപ്പൊ പക്ഷെ അത് എങ്ങനെ നോക്കിയാലും ഒരു റെഡ് കാർഡ്. അത്രയും സ്റ്റഡ്സ് അപ്പാണ്, അത്രയും ഹൈ ആയിട്ട് ഷിന്നില് കോണ്ടാക്ട് വരുന്നു. അപ്പൊ ഇംഗ്ലണ്ട് ബെഞ്ചിൽ നിന്ന് തന്നെ വലിയൊരു പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല അത് മാറ്റി റെഡ് ആക്കിയപ്പോ. ഇന്ന് സ്പെയിൻ പോർച്ചുഗൽ ആണ് എല്ലാവരും നോക്കുന്ന പ്രധാനപ്പെട്ട കളി. അതിൽ യമാൽ ജനിച്ച കൊല്ലമാണ് ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ജയിക്കുന്നത് റൊണാൾഡോ. അപ്പം അത്രയും പ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മളിപ്പം കാണുമ്പം യമാലിന്റെ എല്ലാ എഫക്റ്റും ഉള്ള അത്രയും നല്ല ഒരു താരം കൂടിയാണ് ആര്, റൊണാൾഡോ. കാരണം വെച്ചാൽ ഇപ്പോഴും വീക്കായിട്ടില്ലാത്തൊരു കളിക്കാരൻ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഓട്ടത്തിലൊക്കെ അത്ര സ്പീഡ് കുറഞ്ഞു എന്നുള്ളതല്ലോ. കാരണം ഫുട്ബോൾ എന്നുള്ള സംഗതിയെ കാണുന്നതിൽ റൊണാൾഡോ ഒരു വലിയ ഒരു ജീനിയസ് തന്നെയാണ്. അപ്പൊ ഈ ഒരു കളി എന്ന് പറയുന്നത് ഒരു വലിയ തലമുറ
ജനറേഷൻ ഗ്യാപ്പും ജനറേഷൻ ഫൈറ്റും ഒക്കെ ഉള്ള ഒരു സംഗതി. അത് ദിലീപ് എങ്ങനെയാണ് കാണുന്നത്? ഇത് എന്റെ അഭിപ്രായത്തിൽ സ്പെയിൻ തന്നെയാണ് ഇത് ഫേവറേറ്റ്സ്. അവര് 34 കളിയൊറ്റയായിട്ട് തോറ്റിട്ടില്ല, അതിൽ 25 ജയാണ്. യൂറോ ജയിച്ച ടീമാണ്. ഇപ്പൊ ഈ ലോകകപ്പ് അവർ തുടങ്ങിയത് വളരെ സ്ലോ ആയിട്ടാണ്, നമുക്കറിയാം. അതെ, അതിപ്പോ ഇന്നും അവര് ഗോള് വഴങ്ങിയില്ലെങ്കിൽ എല്ലാ കാലത്തെയും ഒരു റെക്കോർഡാണ്. ഒരു ടീം 6 കളി അടുപ്പിച്ച് ലോകകപ്പിൽ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു ഇതാണ്. പിന്നെ ഇതുവരെ ഉള്ള കളി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പെയിൻ 1-2 കളിയിൽ അവർ ശരിക്കും ഉള്ള മികവ് കാണിച്ചിട്ടുണ്ട്. പോർച്ചുഗലിനെ പറ്റി നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതില് പിന്നെ നമ്മളൊരു പ്രവചനം എന്നുള്ള രീതിയിൽ പോകല്ലോ, കാരണം ഇത് 2 സൂപ്പർ പവേഴ്സ് ആണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ദിലീപിന്റെ കൺസേൺസ് എന്താണ്? ആരൊക്കെ ജയിക്കും തോൽക്കും നമ്മൾ ഏകപക്ഷീയമായിട്ട് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അല്ല, എന്റെ അഭിപ്രായത്തിൽ സ്പെയിൻ ജയിക്കേണ്ട ഒരു കളി. ഒരു ചരിത്രപരമായിട്ടുള്ള ഫിഗേഴ്സ് ഇപ്പൊ സ്പെയിൻ 6 തവണ ജയിച്ചിട്ടുണ്ട്, പോർച്ചുഗൽ 1 തവണ ജയിച്ചിട്ടുള്ളൂ. അതും പോർച്ചുഗൽ അവസാനം ജയിച്ചത് 2004 യൂറോസിലൊക്കെയാണ്. പക്ഷെ അതിനൊന്നും വലിയ പ്രസക്തി ഇല്ല. ഞാൻ ജസ്റ്റ് നോക്കേണ്ടത് ഇതുവരെ ഈ ചാമ്പ്യൻഷിപ്പിൽ അവരെങ്ങനെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത്. സ്പെയിൻ ആണെങ്കിൽ അവർക്ക് ശരിക്കും അവരുടേതായിട്ടുള്ള ഒരു താളം കിട്ടിയിട്ടുണ്ട്. പോർച്ചുഗലിന്റെ ഭാഗത്തുനിന്ന് അത് ഇതുവരെ കണ്ടിട്ടില്ല. അത് അവർക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതുവരെയുള്ള കളി വെച്ച് നോക്കുമ്പോൾ കുറേ കൂടി ഒരു കംപ്ലീറ്റ് ടീമായിട്ട് കാണുന്നത് സ്പെയിനാണ്. മികച്ച കളിക്കാര് ശരിക്കും പറയാച്ച എന്റെ അഭിപ്രായത്തിൽ പോർച്ചുഗലിനാണ് ഉള്ളത്. പക്ഷെ അവരൊരു ടീമായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഇതിൽ കളിക്കാരെ പറ്റി പറയുമ്പോൾ നമ്മളിപ്പം എമാലിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ റൊണാൾഡോനെ പറ്റി പറയുന്നു. ഇപ്പുറത്തും അതുപോലെ തന്നെ ഒരുപാട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒരുപാട് കളിക്കാരുണ്ട്. അതിൽ ദിലീപ് പ്രതീക്ഷിക്കുന്നത് ഈ 2 ഭാഗത്തും ഇന്ന് ഷൈൻ ചെയ്യാൻ പോകുന്ന പ്ലേയേഴ്സ് ആരായിരിക്കും? ഒരു അറ്റാക്കിംഗ് സെൻസ് നോക്കുകയാണെങ്കിൽ യമാൽ തീർച്ചയായിട്ടും. ഇവിടെ റാഫേൽ ലിയാവ്, പോർച്ചുഗലിന് ഏറ്റവും ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർവേഡ് പ്ലെയർ ലിയാവ് ആണ്. പിന്നെ കളി തീരുമാനിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും മിഡ്ഫീൽഡാണ്. അവിടെ പോർച്ചുഗലിന് വിറ്റീനിയും ജോവോ നെവസും, ഇവിടെ റോഡ്രിയും പെഡ്രിയും ഏറ്റവും മികച്ച 2 കോമ്പിനേഷൻസ് ആണ്. അപ്പൊ ആ ഏരിയ ആർക്ക് മുന്നേറ്റം കിട്ടുന്ന അനുസരിച്ചിട്ടായിരിക്കും കളി തീരുമാനമാവുക. പക്ഷെ സ്പെയിനിന്റെ കാര്യത്തിൽ ഇപ്പൊ മറ്റേ ഒയാർസബാലും ഭയങ്കര ഗോൾ സ്കോറിംഗ് ഫോമിലാണ്. മറ്റേ ഡാനി ഓൾമോക്ക് കുറെ ചാൻസസ് സൃഷ്ടിച്ചിട്ടുണ്ട്. മറ്റവരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇപ്പൊ ബ്രൂണോം പെഡ്രോ നെറ്റോന്നും അവരുടെ ഫുൾ ലെവലൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ശരിക്കും അവർക്കൊരു വലിയൊരു സാഹചര്യമാണ് അത് അവരുടെ മികവ് കാണിക്കാൻ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സ്പെയിൻ തന്നെയാണ് ഫേവറേറ്റ്സ്. ഇന്ന് മറ്റൊരു കളിയുള്ളത് USA ബെൽജിയമാണ്. അതിനകത്ത് ഏറ്റവും രസകരമായിട്ട് നമ്മൾ നേരത്തെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു. കാരണം വെച്ചാൽ ഇൻഫാന്റിനോനെ വിളിച്ചിട്ട് ഒരു റെഡ് കാർഡ് ഒഴിവാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് പലതവണ വിളിച്ചു. അപ്പം അമേരിക്കയുടെ US-ന്റെ ടീമിലെ ഒരാളുടെ റെഡ് കാർഡ് ഒഴിവാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ അകത്തൊരു പ്രോബ്ലം എന്താ വെച്ചാൽ അതിലൊരു വലിയൊരു എത്തിക്കലായിട്ടും ഫുട്ബോൾ എത്തിക്സിലൊക്കെ വരുന്ന വലിയ പ്രശ്നമല്ലേ? ഇനി ശരിയാണോ അത്? എങ്ങനെ നോക്കിയാലും അത് തെറ്റാ. ഞാനിപ്പോ എനിക്കറിയില്ല, വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല ഇപ്പൊ ട്രംപ് വിളിച്ചോ ഇല്ലയോന്നൊന്നും. അല്ല, പക്ഷെ ഞാൻ ഒരു തെളിവും കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഇത് തെറ്റാണ്. എന്നുവെച്ചാൽ ഒരു കളിക്കാരന് ഒരു റെഡ് കാർഡ് കൊടുത്താൽ അതൊരു ഓട്ടോമാറ്റിക് സസ്പെൻഷനാണ്. അല്ലെങ്കിൽ അത് പിന്നീട് റീപ്ലേ കണ്ടിട്ട് ഇത് തെറ്റായ തീരുമാനം. പക്ഷെ അതിനിപ്പോ പ്രസക്തി ഇല്ല. എന്ന് വെച്ചാൽ വാർ അപ്പൊ തന്നെ റീപ്ലേ നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ റെട്രോസ്പെക്റ്റീവ് ആക്ഷൻ എന്നുള്ള ഒരു കാര്യം ഇപ്പൊ ഇല്ല. ഇത് പണ്ട് വാർ ഇല്ലാത്ത സമയത്ത് ഉണ്ടായിരുന്നു. തെറ്റായ കാർഡ് കൊടുത്തതാന്നൊക്കെ പറഞ്ഞിട്ട് പലരുടെയും സസ്പെൻഷൻ കുറച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഈ ലോകകപ്പിൽ എന്താ കണ്ടിട്ടില്ല, ഒരു ഖത്തറിന്റെ കളിക്കാരൻ ഇസ്മയിൽ കോണിന്റെ കാലൊടിഞ്ഞത് അതൊരു എന്റെ അഭിപ്രായത്തിൽ അതൊരു മോശം ഫുട്ബോൾ ടാക്കിളായിരുന്നു. അല്ലാതെ ഒരാളുടെ കാലൊടിക്കാൻ വേണ്ടി പോയതല്ല. അതൊരു എന്താ പറയുക, ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്ന ഒരു കളിക്കാരന്റെ ഒരു ലേസി ടാക്കിൾ. അത് മിസ് ടൈം ചെയ്തു, അത് കഷ്ടകാലത്തിന് കാലൊടിഞ്ഞു പോയി. അതിന് ഒരു ഗെയിം സസ്പെൻഷൻ ഉള്ളത് ഫിഫ ഇപ്പൊ 5 മാച്ച് ആക്കിയിട്ടുള്ളത്. 5 മാച്ച് സാധാരണ വല്ല ഗ്രൗണ്ടിൽ വല്ല തല്ലുണ്ടാക്കണം, വല്ല ഒരു അസോൾട്ട് ചെയ്താലൊക്കെ കിട്ടേണ്ടതാണ് 5 മാച്ച്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതേപോലത്തെ ഒരു ടാക്കിൾ, ഇതിപ്പോ എനിക്കറിയാം അത് വേണിച്ച് ചെയ്തതല്ല. പക്ഷെ ഇതില്
ഇപ്പൊ ഇന്നലെ വേണമെങ്കിൽ ജാരൽ ക്വാൺസയ്ക്കും പറയാം, ഞാൻ വേണിച്ച് പോയി മെക്സിക്കൻ കളിക്കാരനെ ഇതാക്കിയതിലെ സ്ലൈഡ് ചെയ്തപ്പോ കൺട്രോൾ പോയി, ബാലൻസ് പോയി. അതെ, അപ്പൊ ഏത് കളിക്കാരനും വേണിച്ചല്ലാന്ന് അവർക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റും. പക്ഷെ അത് റെഫറിക്ക് അത് നോക്കാൻ പറ്റില്ല. അവര് നോക്കുന്നത് ശരി ഇവിടെ ഇന്റന്റ് ഉണ്ടായിരുന്നില്ല എന്നാലും, പക്ഷെ ആ കോണ്ടാക്ട് അത്രയും ഫോഴ്സിലാണ്, അത് റെഡ് കാർഡാണ്. അപ്പൊ അതൊരിക്കലും തിരുത്താനുള്ള യാതൊരുവിധ കാരണവും ഇല്ല ഇവിടെ. എന്താ വെച്ചാൽ റീപ്ലേ കണ്ടിട്ടാണ് റെഡ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് കളി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെപ്പോഴും പറയുന്നതാണ് US ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കളിക്കുന്ന സ്ഥലം, അവിടെ സിയാറ്റിൽ, അവിടെയുള്ള ആവേശം, അതിന്റെ ശബ്ദം, അങ്ങനെയുള്ള കോലാഹലങ്ങളൊക്കെ. പക്ഷെ ബെൽജിയം എന്താ വെച്ചാൽ കഴിഞ്ഞ കളിയിലൊക്കെ പ്രൂവ് ചെയ്താണ് ഞങ്ങൾ അങ്ങനെ അങ്ങ് ഫേഡ് ഔട്ട് ആയ ടീമൊന്നല്ല എന്നുള്ളത്. അപ്പൊ ഈ കളിയിൽ എങ്ങനെയായിരിക്കും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്? പക്ഷെ കഴിഞ്ഞ കളി ഓരോ ബെൽജിയമിനെ പോലത്തെ ഒരു ടീം എക്സ്ട്രാ ടൈമിലേക്ക് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് പ്രായമായ ഒരു സ്ക്വാഡിന് അത് വലിയൊരു ലോഡാണ്. തിരിച്ചാദ്യം കളിക്കാൻ വരുമ്പോ കാലുകൾ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇത് പിന്നെ ഇത് വലിയൊരു പേസ് ഇല്ലാത്തൊരു ബെൽജിയം ടീം. മുൻനിരയിൽ ഇപ്പോഴും നല്ല കളിക്കാരുണ്ട്. ഇപ്പൊ ജെർമി ഡോക്കൊക്കെ ചിലപ്പോൾ നന്നായി കളിച്ചു എന്ന് വരും. ട്രോസാർഡ് നന്നായി കളിച്ചിട്ടുണ്ട്. ടീലിമെൻസ് നല്ല ഫോമിലാണ്. ഡിബ്രോയിൻ ഇതുവരെ അത്ര നന്നായി കളിച്ചിട്ടില്ല. എന്നാലും അവർക്ക് USA ഹേർട്ട് ചെയ്യാനുള്ള കളിക്കാരുണ്ട് ഇപ്പോഴും. പക്ഷെ ഡിഫെൻസീവായി നോക്കുമ്പോൾ ഞാൻ കാണുന്നത് മറ്റേ US-ന്റെ വിങ് ബാക്സ് ആയ സെർജിനിയോ ഡെസ്റ്റും ആന്റണി റോബിൻസൺ, പിന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് മാലിക് തിൽമൻ, പുളിസിച്ച നമ്പർ 10 റോളില് ബാലഗുൺ നിന്ന് കളിക്കും. വളരെ ഫിസിക്കൽ നല്ലൊരു ടാർഗറ്റ് മാനാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എനിക്ക് തോന്നുന്നില്ല ബെൽജിയമിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആ സ്പീഡ്. US വളരെ ഫിസിക്കലുമാണ്, അവർ ഫാസ്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. മറ്റേ ബെൽജിയമിന്റെ ഫുൾ ബാക്സിനെ പറ്റി ഞാൻ കഴിഞ്ഞ കളിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ സംശയം ഉണ്ട് അവരുടെ കഴിവിനെ പറ്റി. ഇന്നത്തെ ഒരു ഇതിനകത്ത് പിന്നെ ഈ കളിയില് USA ബെൽജിയം കളിയില് ദിലീപിന്റെ പ്രവചനം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് USA ജസ്റ്റ് ജയിക്കുന്നതാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള കളിയായിരിക്കും, പക്ഷെ USA ജയിക്കേണ്ട കളിയാണ്.